കൊച്ചിയിലും ഇന്നലെ വെള്ളക്കെട്ട് അതിരൂക്ഷമായിരുന്നു. ഇന്നലെ വൈകിട്ടോടെ പെയ്ത മഴയാണ് നഗരത്തെ വെള്ളക്കെട്ടിലാഴ്ത്തിയത്. കളമശ്ശേരിയിലും തൃക്കാക്കരയിലും നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വിവരങ്ങളുമായി PT മുഹമ്മദ് ജസീം നമുക്കൊപ്പം ചേരുന്നു. PT മുഹമ്മദ് ജസീം, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരം പെയ്ത മഴയിലും കൊച്ചി നഗരത്തിൽ പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. മേഘസ്ഫോടനം എന്നൊക്കെ പറഞ്ഞ് കോർപ്പറേഷൻ തടിയൂരാമെങ്കിലും തൃക്കാക്കരയിലും കളമശ്ശേരിയിലും അടക്കം ഒട്ടേറെ ഇടങ്ങളിൽ വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ടായി. കോർപ്പറേഷന്റെ പരിധിക്കുള്ളിലും വെള്ളം കയറുന്ന അത് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ കാലവർഷം ഇങ്ങെത്തുമ്പോൾ സ്വാഭാവികമായും വെള്ളക്കെട്ടുകൾ പ്രതീക്ഷിക്കേണ്ടേ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ വെള്ളം കയറി അതീവ ദുരിതത്തിലായ ഒരു പ്രദേശത്താണ്. കളമശ്ശേരിയിലെ മൂലേപ്പാടത്തുള്ള വീടുകളിൽ 150ഓളം വീടുകളിലേക്കാണ് ഇവിടെ വെള്ളം കയറിയത്. അതായത് കഴിഞ്ഞ ദിവസങ്ങൾ അവർ മഴ പെയ്ത് ക്ലീനിങ് പ്രവർത്തികൾ നടത്തുകയും പിന്നീട് അന്ന് വൈകിട്ട് തന്നെ വീണ്ടും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ ഇവർക്ക് ഒരു വൃത്തിയാക്കി കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും ഈ ഒരു മഴ എത്തുകയും വീട്ടിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. ഈ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു അരയാൾ പൊക്കത്തിൽ വെള്ളം, ഈ ഒരു പൊക്കത്തിൽ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് തന്നെ ഇവരുടെ വീടുകളിലെ അകത്തേക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ നശിച്ചു. അതുപോലെയുള്ള വീടുകളിലെ ഫർണിച്ചറുകളൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. പലരും ഇപ്പോൾ ക്ലീനിങ് പ്രവൃത്തി നടത്തുന്നുണ്ടെങ്കിലും ചിലരിപ്പോൾ ക്ലീനിങ് നടത്താതിരിക്കുന്നുണ്ട്. കാരണം ഇനിയും മഴ വരും എന്നുള്ള ഒരു ഭയം അവർക്കുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ കാലവർഷം എത്താറായിട്ടുണ്ട്. ഇന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാകും, ഇന്നു മുതൽ എത്തും എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ കാണുന്നത് ഒരു വീടിന്റെ അകമാണ്, ഈ മൂലപ്പാടത്തുള്ള ഒരു വീടിന്റെ അകമാണ്. ഇവര് ക്ലീൻ ചെയ്യാതെ ഇരിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു ക്ലീനിങ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല, ഇന്ന് വീണ്ടും മഴ വരും, ഈ മഴ വന്നിട്ട് വീണ്ടും നമ്മൾ എന്തിനാ ഇത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. കാരണം അവർ ഈ ഒരു ഇന്നലെയും അതേ സാഹചര്യമാണ് ഉണ്ടായത്. ഈ മൂലപ്പാടം ഭാഗങ്ങൾ മാത്രമല്ല, കൊച്ചിയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പക്ഷേ വീടുകളിലേക്ക് വെള്ളം കയറിയത് ഈ ഒരു മൂലപ്പാടത്തും തൃക്കാക്കരയിലും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ്. കൊച്ചിയുടെ മറ്റു പ്രദേശങ്ങളിൽ, നഗരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇപ്പോൾ വെള്ളം അല്പം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഭാഗങ്ങളിലൊക്കെ ഇന്നലെ രാത്രി മഴ നിന്നത് കൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇനിയൊരു മഴ പെയ്താൽ വീണ്ടും ഇങ്ങോട്ട് വെള്ളം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ബൈക്കുകളും അടക്കം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. പല ഫ്ളാറ്റുകളുടെയും പാർക്കിംഗ് ഏരിയയിൽ തന്നെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. പല താഴ്ന്ന ഇടങ്ങളും വഴികളും വെള്ളത്തിനടിയിലാവുകയും അവർക്ക് വീടുകളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. JCBയിൽ ആളുകളെ എത്തിച്ചു കൊണ്ടുപോകേണ്ട സാഹചര്യവുമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുവനന്തപുരം നഗരത്തിലും കൊച്ചി നഗരത്തിലും കാലവർഷം എത്തുന്നു. ഇതിനിടയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്താൻ കൃത്യസമയത്ത് നമുക്ക് കഴിയാതെ പോയി എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ ഈ മഴക്കാലത്തെ നമ്മൾ കരുതിയിരിക്കണം.